എല്ലാവർക്കും നമസ്കാരം. അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അഡ്സോർപ്ഷന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നിർത്തിയിരുന്നു, മെക്കാനിസം വരെ. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന അടുത്ത ഭാഗം എന്ന് പറയുന്നത് അഡ്സോർപ്ഷന്റെ ക്ലാസിഫിക്കേഷനിലേക്കാണ്. അഡ്സോർപ്ഷൻ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. രണ്ട് തരം അഡ്സോർപ്ഷൻ ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ഫിസിക്കൽ അഡ്സോർപ്ഷൻ ഓർ ചുരുക്കി ഫിസിസോർപ്ഷൻ എന്ന് പറയും. ഫിസിസോർപ്ഷൻ, ഫിസിക്കൽ അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ ഫിസിസോർപ്ഷൻ. സെക്കൻഡ് വൺ ഈസ് കോൾഡ് chemical adsorption or it is called chemisorption. ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് അഡ്സോർപ്ഷൻ ഡിവൈഡ് ചെയ്യാം, ഫിസിക്കൽ അഡ്സോർപ്ഷനും കെമിക്കൽ അഡ്സോർപ്ഷൻ. ഇപ്പൊ ടെക്സ്റ്റിനകത്ത് ഇതിന്റെ പോയിന്റുകളാണ് കൊടുത്തിട്ട് അതിനെ കമ്പാരിസൺ എന്ന് പറഞ്ഞൊരു ടേബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്. ആ ടേബിള് പഠിക്കുക, നല്ലതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് ഈ ഭാഗത്ത്. ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പോയിന്റ് ആണെന്ന് പറയാൻ പറ്റും. ഫിസിക്കൽ അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ ഫിസിസോർപ്ഷൻ arise due to weak van der Waals force of attraction. ഫിസിക്കൽ അഡ്സോർപ്ഷൻ അറൈസ് ചെയ്യാൻ ഉണ്ടാകാനുള്ള റീസൺ ആണ് ഡ്യൂ ടു വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അവിടെ വളരെ ശക്തി കുറഞ്ഞ വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഉണ്ടാകുന്നത്. കെമിക്കൽ അഡ്സോർപ്ഷൻ റീസൺ പറഞ്ഞിരിക്കുന്നത് ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് കെമിക്കൽ ബോണ്ട്. കെമിക്കൽ ബോണ്ടിന്റെ ഫോർമേഷൻ ഫലമായിട്ടാണ് കെമിക്കൽ അഡ്സോർപ്ഷൻ അഥവാ കെമിസോർപ്ഷൻ സംഭവിക്കുന്നത്. കെമിക്കൽ ബോണ്ട് പറയുമ്പോഴത്തേക്ക് അത് കോവാലന്റ് ബോണ്ടാവും, അയോണിക് ബോണ്ടാവും, എക്സെട്ര ഏതുമാണ്. ഫസ്റ്റ് കമ്പാരിസൺ ആണ് ഫിസിക്കൽ അഡ്സോർപ്ഷൻ അഥവാ ഫിസിസോർപ്ഷൻ ഈസ് അറൈസ് ഡ്യൂ ടു വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. കെമിക്കൽ അഡ്സോർപ്ഷൻ ഓർ കെമിസോർപ്ഷൻ ഈസ് അറൈസ് ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് strong chemical bond, example ionic bond or covalent bond, etc. First point ആണ്. Second point പറയുന്നത് physical adsorption, it is not specific in nature. Specific in nature എന്താണ് മീനിങ്? സ്പെസിഫിക് അല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫിസിക്കൽ അഡ്സോർപ്ഷൻ എവിടെ വേണമെങ്കിലും നടക്കാം, എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. അവിടെ അഡ്സോർബന്റിന്റെ സ്വഭാവത്തിലൊന്നും യാതൊരു കുഴപ്പവുമില്ല. എവിടെയും ഏത് ടൈപ്പിലും നമുക്ക് ഈ പറഞ്ഞ ഫിസിക്കൽ അഡ്സോർപ്ഷൻ നടക്കും. അതുകൊണ്ടാണ് സ്പെസിഫിക് അല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കെമിക്കൽ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചർ ആണ്. ഹൈലി സ്പെസിഫിക് നേച്ചർ ആണ് ഏത്? കെമിക്കൽ അഡ്സോർപ്ഷൻ. അത് എല്ലായിടത്തും ഒരുപോലെ സംഭവിക്കുന്നു. അത് അഡ്സോർബന്റിന്റെ നേച്ചർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് കെമിക്കൽ അഡ്സോർപ്ഷൻ നടക്കുന്നത്. പക്ഷേ എല്ലാ അഡ്സോർബന്റുകളെയും അഡ്സോർബ് ചെയ്യില്ല. സോ ഇറ്റ് ഈസ് ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചർ. സെക്കൻഡ് പോയിന്റ് അതാണ്. തേർഡ് പോയിന്റ് പറയുന്നത് ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഈസ് റിവേഴ്സിബിൾ ഇൻ പ്രോസസ്. ഫിസിക്കൽ അഡ്സോർപ്ഷൻ നോർമലി റിവേഴ്സിബിൾ പ്രോസസ് ആണ്. അതായത് ഫിസിക്കൽ അഡ്സോർപ്ഷൻ നടന്ന് വേണമെങ്കിൽ ആ അഡ്സോർബേറ്റുകൾ എന്ത് ചെയ്യും? അവർ റിമൂവ് ചെയ്ത് തിരിച്ച് പോവുകയും ചെയ്യും. മീൻസ് ഡിസോർപ്ഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കും. So it is
റിവേഴ്സിബിൾ പ്രോസസ് എന്ന് അർത്ഥം. എന്നാൽ കെമിക്കൽ അഡ്സോർപ്ഷൻ നോർമലി ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. റിവേഴ്സിബിൾ അല്ല എന്നാണ് അർത്ഥം. നടന്നാൽ അത് പെർമനന്റ് ആണ്, തിരിച്ചില്ല, നോർമൽ കണ്ടീഷനിലില്ല. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഈ 3 പോയിന്റുകൾ എന്താണ്? രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലെ. ഇപ്പം ഇവിടെ വീക്ക് വാൻ ഡെർ വാൾ ഫോഴ്സ് ആണെങ്കിൽ ഇവിടെ കെമിക്കൽ ബോണ്ടാണ്. ഇവിടെ സ്പെസിഫിക് അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അത് സ്പെസിഫിക് ആണ്. ഇവിടെ റിവേഴ്സിബിൾ ആണ് പ്രോസസ് എങ്കിൽ ഇവിടെ അത് ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് രണ്ടുപേരുടെയും പോയിന്റ് സിമിലർ ആണ്. ആ പോയിന്റ് പറയുന്നത് it depends the nature of gas. ഗ്യാസിന്റെ നേച്ചറിനെ നോർമലി ഇത് ഡിപ്പെൻഡ് ചെയ്യും. മോർ ലിക്വിഫൈഡ് ആയിട്ടുള്ള ഗ്യാസുകൾ വളരെ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യും. മോർ ലിക്വിഫൈഡ് ആയിട്ടുള്ള ഗ്യാസുകളെ കൂടുതലായിട്ടേക്ക് അബ്സോർബ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഇറ്റ് ആൾസോ ഡിപ്പെൻഡ് ദ നേച്ചർ ഓഫ് ഗ്യാസ്. Also depend the nature of the gas. ഏത് ഗ്യാസ് ആണോ ആ അഡ്സോർബന്റുമായിട്ട് കെമിക്കൽ ബോണ്ട് ഫോം ചെയ്ത് കെമിക്കൽ റിയാക്ഷൻ നടത്താൻ കഴിവുള്ളത് അവിടെ ആ റിയാക്ഷൻ സംഭവിക്കും. അപ്പൊ ഈ ഒരു കോമൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. എത്ര? 4th പോയിന്റ് ആണ് ഡിപ്പെൻഡ് ദ നേച്ചർ ഓഫ് ഗ്യാസ്. ഓക്കെ. 5th പോയിന്റ് എന്ന് പറയുന്നത്, അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് enthalpy of adsorption is low. Enthalpy of adsorption is low. Physical adsorption നടക്കുമ്പോൾ ഉണ്ടാകുന്ന enthalpy ചേഞ്ച് വളരെ ലോ ആണ്, മീൻസ് വളരെ ചെറുതാണ്. അതിന്റെ വാല്യൂ പറയുന്നത് ഏകദേശം 20 to 40 കിലോജൂൾ പെർ മോൾ. ഇത്രയേ ഉള്ളൂ. 20 മുതൽ 40 വരെ കിലോജൂൾ പെർ മോൾ മാത്രമാണ് എൻതാൽപ്പി ചേഞ്ച് ഉണ്ടാകുന്നത്. എവിടെയാണ്? ഫിസിക്കൽ അഡ്സോർപ്ഷൻ. എന്നാൽ കെമിക്കൽ അഡ്സോർപ്ഷൻ അത് എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ പറയുന്നത് എന്തായിരിക്കും? ഹൈ ആണ്, കൂടുതലാണ്. ഹൈ എൻതാൽപ്പി ചേഞ്ച് ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. ഏകദേശം റേഞ്ച് 80 to 240 കിലോജൂൾ പെർ മോൾ. 80 മുതൽ 240 വരെ കിലോജൂൾ പെർ മോൾ ആണ് ഈ പറഞ്ഞ എൻതാൽപ്പി ചേഞ്ച് ഉണ്ടാക്കിയെടുക്കുന്നത്. പൊതുവെ നോക്കി, നാളത്തെ പോയിന്റ് ഡിപ്പെൻഡ് ദ നേച്ചർ ഓഫ് ഗ്യാസ്. മോർ ലിക്വിഫൈഡ് ഗ്യാസ് ആർ അഡ്സോർബ്ഡ് മോർ. ഇവിടെ ഡിപ്പെൻഡ് ദ നേച്ചർ ഓഫ് ഗ്യാസ് പറഞ്ഞു. കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ വഴി കെമിക്കൽ റിയാക്ഷൻ നടത്താൻ കഴിയുന്ന ഗ്യാസുകളെല്ലാം തന്നെ ഇതിലേക്ക് അഡ്സോർബ് ചെയ്ത് വരും. ഇവിടെ എന്തായാലും അഡ്സോർപ്ഷൻ ലോ എന്ന് പറഞ്ഞു. റേഞ്ച് 20 to 40 കിലോജൂൾ പെർ മോൾ വരെ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ എന്തായാലും എന്ന് പറയുന്നത് ഹൈ വാല്യൂ ആണ്. 80 to 240 കിലോജൂൾ പെർ മോൾ വരെ അതിനകത്ത് വരുന്നത്. ഓക്കെ. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സിക്സ്ത് പോയിന്റ്, low temperature is favorable. Low temperature is favorable. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? high temperature is favorable. ഫിസിക്കൽ അഡ്സോർപ്ഷന് ടെമ്പറേച്ചർ വളരെ കുറച്ച് മതി എന്നർത്ഥം. കെമിക്കൽ അഡ്സോർപ്ഷന് ടെമ്പറേച്ചർ മാക്സിമം വേണം, ഹൈ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇവിടെ ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ഫിസിക്കൽ അഡ്സോർപ്ഷൻ ഡിക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് ലോ ടെമ്പറേച്ചർ ആണ് ഫിസിക്കൽ അഡ്സോർപ്ഷന് ഫേവറബിൾ എന്ന് പറഞ്ഞത്.
ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? കെമിക്കൽ അഡ്സോർഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഇൻക്രീസ് അനുസരിച്ചുകൊണ്ട് കെമിക്കൽ അഡ്സോർഷൻ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് ഹൈ ടെമ്പറേച്ചർ ഈസ് ഫേവറബിൾ. അപ്പോൾ ഫിസിക്കൽ അഡ്സോർഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ, കെമിക്കൽ അഡ്സോർഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചറുമാണ്. അതാണ് 6th പോയിന്റ്. 7th പോയിന്റ് പറയുന്നത് ഫിസിക്കൽ അഡ്സോർഷൻ നടക്കാൻ ഒരു ആക്ടിവേഷൻ എനർജിയുടെ ആവശ്യം ഇല്ല. There is no appreciable amount of appreciable activation energy is needed. നോർമൽ കേസിൽ ഫിസിക്കൽ അഡ്സോർഷൻ നടക്കാൻ ഒരു ആക്ടിവേഷൻ എന്നതിന്റെ ആവശ്യമൊന്നും ഇല്ല. ആക്ടിവേഷൻ എന്താണെന്നുള്ളത് 4th ചാപ്റ്റർ പഠിക്കും. എന്നാൽ ഇവിടെ കെമിക്കൽ അഡ്സോർഷൻ നടക്കണമെങ്കിൽ അവിടെ ആക്ടിവേഷൻ എനർജി ആവശ്യമാണ്. ആക്ടിവേഷൻ എനർജി ഈസ് നീഡഡ്, അല്ലെങ്കിൽ ഹൈ ആക്ടിവേഷൻ എനർജി ഈസ് നീഡഡ് എന്നെ പറയാം. വളരെ വലിയൊരു ആക്ടിവേഷൻ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ കെമിക്കൽ അഡ്സോർഷൻ നടക്കുള്ളൂ. അപ്പൊ ഫിസിക്കൽ അഡ്സോർഷന് നോർമൽ കണ്ടീഷനിൽ ഒരു ആക്ടിവേഷൻ എനർജി ആവശ്യമില്ല, അത് നോർമലി സംഭവിച്ചു. പക്ഷേ കെമിക്കൽ അഡ്സോർഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഹൈ ആയിട്ടുള്ള ഒരു ആക്ടിവേഷൻ എനർജി ആവശ്യമുണ്ട്. അതാണ് 7th പോയിന്റ്. ഓക്കെ, 8ാമത്തെ പോയിന്റ് വീണ്ടും ഒരു കോമൺ ഫീച്ചർ വരുന്നതാണ്. 4ാമത്തെ പോയിന്റ് പറഞ്ഞതുപോലെ ഇറ്റ് ഡിപ്പെൻഡ് സർഫസ് ഏരിയ. ഇവിടെയും ആൾസോ ഡിപ്പെൻഡ് സർഫസ് ഏരിയ. ഫിസിക്കൽ അഡ്സോർഷനും അതുപോലെ കെമിക്കൽ അഡ്സോർഷനും സർഫസ് ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? സർഫസ് ഏരിയ കൂടിയാൽ അഡ്സോർപ്ഷനും കൂടും. അത് നമുക്കറിയാം. കൂടുതൽ സ്ഥലം കിട്ടിയാൽ കൂടുതലായിട്ട് അഡ്സോർബ് ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പോൾ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്താൽ അഡ്സോർപ്ഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതൊരു കോമൺ പോയിന്റ് ആണ്. യെസ്, ലാസ്റ്റ് പോയിന്റ് 9ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ അഡ്സോർഷന്റെ ഫലമായിട്ട് മൾട്ടി മോളിക്യുലർ ആയിട്ടുള്ള ലെയറുകളാണ് ഫോം ചെയ്യുന്നത്. മൾട്ടി മോളിക്യുലർ ലെയർ. ഇത് വെച്ചാൽ അഡ്സോർബർ സർഫസിൽ ആദ്യം ഒരു ലെയർ ഉണ്ടാക്കി എടുത്തു, അതിന് മുകളിൽ വീണ്ടും അടുത്ത ലെയർ വരും. ഇങ്ങനെ അഡ്സോർപ്ഷൻ നടന്നുകൊണ്ടേയിരിക്കും. മൾട്ടി മോളിക്യുലർ ലെയർ ഫോർമേഷൻ ആണ് സംഭവിക്കുന്നത്. എന്നാൽ കെമിക്കൽ അഡ്സോർഷനകത്ത് ഫോം ഓൺലി യൂണിമോളിക്യുലർ ലെയർ. ഒറ്റ ലെയർ മാത്രമേ അവിടെ ഫോം ചെയ്യൂ. ആ ഒരു ബോണ്ട് കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് കമ്പാരിസൺ ബിറ്റ്വീൻ ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആൻഡ് കെമിക്കൽ അഡ്സോർപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഓർത്ത് നോക്കിയ ഫസ്റ്റ് പറഞ്ഞ ഫിസിക്കൽ അഡ്സോർഷനകത്ത് വീക്ക് വാണ്ടർവാൾ ഫോഴ്സ് ആണ്. കെമിക്കൽ അഡ്സോർഷനിൽ വരുമ്പോൾ കെമിക്കൽ ബോണ്ടാണ്. നോട്ട് സ്പെസിഫിക് ഇൻ നേച്ചർ ആണ് ഫിസിക്കൽ. കെമിക്കൽ ആകുന്നത് ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചർ ആണ്. ഫിസിക്കൽ അഡ്സോർഷൻ റിവേഴ്സിബിൾ പ്രോസസ് ആണ്, കെമിക്കൽ ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. നാളത്തെ രണ്ടും ഗ്യാസിന്റെ നേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. 5 എൻതാൽപ്പി ഓഫ് അഡ്സോർഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് 20 to 40 kJ/mol മാത്രമേ പറയുന്നുള്ളൂ. കെമിക്കൽ അത് ഹൈ എൻതാൽപ്പി ആണ്, 80 to 240 kJ/mol വരെ പറയുന്നു. അടുത്ത പോലെ പറഞ്ഞത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ലോ ആണ് ഫിസിക്കൽ അഡ്സോർഷൻ ഫേവർ ആകുന്നത്. കെമിക്കൽ അഡ്സോർഷൻ അത് ഹൈ ടെമ്പറേച്ചറാണ് ഫേവറബിൾ ആകുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയാൻ പറ്റും? ഫിസിക്കൽ അഡ്സോർഷൻ ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ അത് കെമിക്കൽ അഡ്സോർഷൻ ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ ആണ്. ദാറ്റ് മീൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഫിസിക്കൽ അഡ്സോർഷനകത്ത് ഒരു ആക്ടിവേഷൻ എന്നൊരു ആവശ്യം വരുന്നില്ല. എന്നാൽ ഇവിടെ കെമിക്കൽ അഡ്സോർഷൻ ഹൈ ആക്ടിവേഷൻ എനർജി ഈസ് നീഡഡ്.
അടുത്ത രണ്ടും ചേർന്ന പോയിന്റ് രണ്ടും സർഫസ് ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്താൽ അഡ്സോർപ്ഷന്റെ റേറ്റ് എന്തെയും ഇൻക്രീസ് ചെയ്യും. ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫിസിക്കൽ അഡ്സോർപ്ഷൻ വഴി ഫോം ചെയ്തത് മൾട്ടി മോളിക്കുലാർ ലെയറുകളാണെങ്കിൽ കെമിക്കൽ അഡ്സോർപ്ഷൻ പരമായിട്ട് ഫോം ചെയ്തത് യൂണി മോളിക്കുലാർ ലെയറുകളാണ്. ഇതാണ് ക്ലാസിഫിക്കേഷൻ ഭാഗം. ഓക്കെ, യെസ്. നെക്സ്റ്റ് പഠിക്കുന്ന പുതിയൊരു ഭാഗം അഡ്സോർപ്ഷൻ ഐസോതെർമി. ഐസോതെർമി പഠിച്ചിട്ടുണ്ടല്ലേ? ഐസോതെർമ്, ഐസോബാർ, ഐസോകോർ, അഡിയബാറ്റിക് പഠിച്ചിട്ടുള്ളതാണ്. ഐസോതെർമി അറിയാലോ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ നടക്കുന്നതാണ്. അഡ്സോർപ്ഷൻ ഐസോതെർമി ഇതുപോലെയാണ്. ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഒരു അഡ്സോർബന്റ് സർഫസിലേക്ക് പ്രഷറിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് അഡ്സോർബ് ചെയ്ത് വെക്കുന്ന എമൗണ്ട് ഓഫ് ഗ്യാസിൽ ഉണ്ടാകുന്ന വേരിയേഷൻ നമുക്ക് അതിനൊരു കർവായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിനെ വിളിക്കുന്ന പേരാണ് അഡ്സോർപ്ഷൻ ഐസോതെർമി. അങ്ങനെ പറയാൻ പറ്റും, ഇറ്റ് ഈസ് വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് ഗ്യാസ് adsorbed by the adsorbent with the pressure at constant temperature is represented as a curve. That is called adsorption isothermy. അതാണ് വിളിക്കുക adsorption isothermy എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഗ്രാഫ് കൺസിഡർ ചെയ്താണെങ്കിൽ ഇപ്പം ഇത് ഗ്രാഫാണ്. അത് x ആക്സിസ് നമ്മൾ എടുക്കുന്നു, P കൊടുക്കുന്നു, പ്രഷർ കൊടുക്കുന്നു. y ആക്സിസിൽ x/m ഇത് എമൗണ്ട് ഓഫ് അഡ്സോർപ്ഷൻ കാണിക്കുന്നതാണ്. x പറയുന്നത് മാസ് ഓഫ് അഡ്സോർബേറ്റും m എന്ന് പറയുന്നത് മാസ് ഓഫ് അഡ്സോർബന്റുമാണ്. x/y വെച്ചാൽ എമൗണ്ട് ഓഫ് അഡ്സോർപ്ഷൻ കാണിക്കുന്നതാണ്. അപ്പം x ആക്സിസിൽ നമ്മൾ കൊടുത്തു, പ്രഷർ കൊടുത്തു. y ആക്സിസിൽ നമ്മൾ കൊടുത്തു, x/m എമൗണ്ട് ഓഫ് അഡ്സോർപ്ഷൻ കൊടുത്തു. then adsorption isothermy പറഞ്ഞിരിക്കുന്നത് we get a curve. Okay, ഒരു കർവ് പർട്ടിക്കുലർ ടെമ്പറേച്ചർ 273 കെൽവിൻ വിചാരിച്ചാൽ 273 കെൽവിനിൽ പ്രഷർ റിലേറ്റ് ചെയ്തുകൊണ്ട് നടന്ന എമൗണ്ട് ഓഫ് അഡ്സോർപ്ഷന്റെ ഗ്രാഫാണ് ഈ കർവാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനെയാണ് വിളിക്കുക അഡ്സോർപ്ഷൻ ഐസോതെർമി എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത് ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെർമി. FREUNDLICH ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെർമി. ഫ്രണ്ട്ലിച്ചിന്റെ അഡ്സോർപ്ഷൻ ഐസോതെർമിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ രീതിയിൽ എന്താണ്? വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് ബൈ യൂണിറ്റ് മാസ് ഓഫ് സോളിഡ് അഡ്സോർബന്റ്. യൂണിറ്റ് മാസ് ഓഫ് സോളിഡ് അഡ്സോർബന്റ് വിത്ത് പ്രഷർ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. പുള്ളിയെ അതന്നെ പറഞ്ഞിരിക്കുന്നത്. ചെറിയ വേരിയേഷൻ ആണ് യൂണിറ്റ് മാസ് ഓഫ് സോളിഡ് അഡ്സോർബന്റ് എന്നാക്കി മാറ്റി. ആ അഡ്സോർപ്ഷൻ റേറ്റിനെ അദ്ദേഹം ഒരു ഇക്വേഷൻ കൊണ്ട് ഡിനോട്ട് ചെയ്തു. ആ ഇക്വേഷൻ ആണ് x/m is equal to k into p raised to 1/n where n is greater than 1. ഇതാണ് ഫ്രണ്ട്ലിച്ചിന്റെ അഡ്സോർപ്ഷൻ ഐസോതെർമി ബേസ് ചെയ്യുന്ന എക്സ്പ്രഷൻ ഓർ ഇക്വേഷൻ. x/m is equal to k into p raised to 1/n where n is greater than 1. ഇനി x എന്ന് പറയുന്നത് പറഞ്ഞു അഡ്സോർബ് ചെയ്ത ഗ്യാസിന്റെ മാസ് എമൗണ്ട് ആണ്. m എന്ന് പറയുന്നത് മാസ് ഓഫ് അഡ്സോർബന്റ് ആണ്. ഇത് നടക്കുന്ന പ്രഷർ ആണ്. ഇവിടെ കൊടുക്കുന്ന p എന്ന് പറഞ്ഞിരിക്കുന്നത്. k എന്ന് പറയുന്നതും n എന്ന് പറയുന്ന രണ്ട് കോൺസ്റ്റന്റുകളാണ്. അത് റേറ്റ് എന്ന് ഒന്ന് അഡ്സോർബന്റ് നേച്ചറിനെയും
ഒന്ന് ഗ്യാസിന്റെ പ്രോപ്പർട്ടിയുമാണ്. കെ അഡ്സോർബൻ നേച്ചർ, എൻ ഗ്യാസിന്റെ പ്രോപ്പർട്ടി. ഇതാണ് ഫെർണിച്ചിന്റെ ഇക്വേഷൻ. എക്സ് ബൈ എം, ഇതാണ് എമൗണ്ട് ഓഫ് അഡ്സോർപ്ഷനെ കാണിക്കുന്ന ഭാഗം. എക്സ് ബൈ എം ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു പി റൈസ് ടു 1/n എന്ന് പറയുന്ന ഭാഗം. ഇനി നമുക്ക് ഈ ഇക്വേഷന്റെ ലോഗരിതത്തിലേക്ക് മാറ്റാം. ലോഗ് എങ്ങനെ മാറും? ലോഗ് എക്സ് ബൈ എം ഈസ് ഈക്വൽ ടു ലോഗ് കെ പ്ലസ് 1/n ലോഗ് പി എന്ന് കിട്ടും. ലോഗ് എക്സ് ബൈ എം ഈസ് ഈക്വൽ ടു ലോഗ് കെ പ്ലസ് 1/n ലോഗ് പി. അപ്പൊ രണ്ട് സൈഡിലും എന്ത് ചെയ്തു? ലോഗരിതം എടുത്തപ്പോൾ ഇക്വേഷൻ രീതിയിൽ മാറും. ഇനി നോക്കിയാൽ കാണാൻ പറ്റും, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ മോഡലായി അല്ലേ? y ഈക്വൽ ടു mx പ്ലസ് c എന്ന് വരും. y ഈസ് ഈക്വൽ ടു mx പ്ലസ് c. y എന്ന ടൈം ഇത് വരും ലോഗ് x ബൈ m എന്ന് പറയുന്ന ഭാഗം വരും. ലോഗ് k ആണ് c, ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. mx എന്ന് പറയുന്നതാണ് ഈ ഭാഗം, m എന്ന് പറയുന്നത് സ്ലോപ്പ് വരും 1/n. അതുപോലെ x എന്ന് പറയുന്നത് ലോഗ് p എന്നും വരും. അപ്പൊ ഈ ഇക്വേഷൻ ആണ് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ. y ഈക്വൽ ടു mx പ്ലസ് c എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്ക് ഒരു ഗ്രാഫായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രാഫിലേക്ക് വരയ്ക്കുമ്പോൾ x ആക്സിൽ ഏത് വരണം? ലോഗ് p വരും. y ആക്സിൽ ഏത് വരും? ലോഗ് x ബൈ m എന്ന് വരും. കിട്ടുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അത് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് ആര് വരും? ലോഗ് k വരും. അല്ല സ്ലോപ്പ് എന്ന് പറയുന്നത് ആര് വരും? 1/n എന്ന് വരും സ്ലോപ്പ്. ഇതാണ് ഗ്രാഫ്. സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ വെച്ചിട്ട് ഗ്രാഫ് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ ഇതാണ് ഫ്രണ്ട്ലീസ് അഡ്സോർപ്ഷൻ ഐസോതെർമിന്റെ ഭാഗം. ഇതിവിടെ വേറൊരു പോയി പറയുന്നുണ്ട്, ഈ 1/n വാല്യൂ 0 to 1 വരെയാണ് റേഞ്ച് ചെയ്യുന്നത്. 0 to 1 വരെ റേഞ്ച് ചെയ്യും ഏത് വാല്യൂ? ഈ 1/n എന്ന് പറയുന്ന വാല്യൂ. അപ്പൊ എക്സാമ്പിള് ഈ 1/n വാല്യൂ 1/n is equal to 0 എന്ന് വിചാരിക്കുന്നത്. 1/n വാല്യൂ എന്താണ്? 0 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിട്ട് മാറും? p റൈസ് ടു 0 എന്ന് വരും. ദാറ്റ് ഈസ് 1 എന്ന് വരും. അപ്പോൾ x/m is equal എന്ന് കിട്ടി, k എന്ന് കിട്ടി. അവിടെ എന്തില്ല? പിന്നെ പ്രഷർ ടൈം ഇല്ല. ദാറ്റ് ഈസ് അഡ്സോർപ്ഷന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ് ആർക്ക്? പ്രഷറിന്. ഇനി 1/n വാല്യൂ ഈക്വൽ ടു 1 എന്ന് വിചാരിക്കുക. അപ്പൊ p റൈസ് ടു 1 എന്ന് വരും. അപ്പൊ x/m ഈക്വൽ ടു k ഇൻറ്റു p എന്ന് വരും. k എന്താണ്? കോൺസ്റ്റന്റ്. ആ k എന്ന് മാറ്റിയാലോ എങ്ങനെ മാറും? x/m ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ p എന്ന് വരും. അതായത് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ x/m ന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് വരും. അതല്ല 1/n ന്റെ വാല്യൂ 0 to 1 ന് ഇടയിലാണെങ്കിൽ ഇവിടെ പ്രഷറിന്റെ വാല്യൂ ഉണ്ടാവും. ഇവിടെ ഓരോ ചേഞ്ച് അനുസരിച്ചിട്ട് ഇവിടെയും പിക്ക് മാറ്റം വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അവിടെ ഒരു അപ്രീഷിയബിൾ റേഞ്ച് ഓഫ് പ്രഷർ നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, ഇത്രയാണ് ഫ്രണ്ട്ലിച്ചിന്റെ അഡ്സോർപ്ഷൻ ഐസോതെർമിന്റെ ഭാഗം എന്ന് പറയുന്നത്.